ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. നൂറയ്ക്കൊരു അജ്ഞാത കത്ത് ലഭിച്ചിരിക്കുകയാണ്. ആക്ടിവിറ്റി ഏരിയയിലെ ആ ഒരു ഡോറ് തുറന്ന് ഒരു അജ്ഞാതൻ കൈ അകത്തേക്ക് നീട്ടി നൂറയ്ക്കൊരു കത്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു അജ്ഞാതനാണ്. കത്തിൽ എഴുതിയിരുന്നത് ഇതാണ്: ഇത് നൂറയ്ക്കുള്ള സന്ദേശം. ആദ്യ ഓർഡറിനുള്ള പകുതിയിലേറെ സമയം കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ തൊഴിലാളികൾ ജോലി പൂർത്തിയാക്കിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നേരത്തെ പറഞ്ഞത് എന്താണെന്നല്ലേ, നൂറയുടെ സൂപ്പർ പവേഴ്സ് നഷ്ടമാവുമെന്നാണ് പറഞ്ഞത്. ഈ ഒരു കാര്യത്തോട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പില്ല കേട്ടോ. നൂറയുടെ കയ്യിൽ നിന്നും ഈ പവേഴ്സ് പോണം എന്നത് നിർബന്ധമുള്ള പോലെയാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത്. അല്ലെ പിന്നെ ആര്യനെ പിടിച്ച് നോമിനേഷനിൽ ഇട്ടത് അങ്ങ് ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്നാണ് തോന്നുന്നത്. എന്തു തന്നെയായാലും കഴിഞ്ഞ ആഴ്ചത്തെ കുറെ റൗണ്ട് ടാസ്കുകൾ വിജയിച്ച് കഷ്ടപ്പെട്ടാണ് നൂറയ്ക്ക് ആ ഒരു പവേഴ്സ് ലഭിച്ചിരിക്കുന്നത്. അതിൽ കയറി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വെച്ചത് ഒരുമാതിരി പരിപാടിയായി പോയി. ഈ സീസൺ ഫുൾ ട്വിസ്റ്റുകളുടെ സീസൺ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ അൺഫെയർ രീതിയിലുള്ള ട്വിസ്റ്റുകൾ വെക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പുമില്ല. എന്തായാലും 3 ജോഡി ചെരുപ്പുകളും കൂടി ഇനി ഉണ്ടാക്കാനായിട്ട് ബാക്കിയുണ്ട്. ഞാൻ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിപ്പോ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നൂറയുടെ കയ്യിൽ നിന്നും ആ പവേഴ്സ് പോവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.